എൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. നിറച്ചും മരങ്ങളാണ്, കൂടുതലും ജാതി മരങ്ങളാണ്. കണ്ടോ, നല്ല തിക്കായിട്ട് വളർന്നിരിക്കുന്ന ജാതി മരമാണ്. ഇതിലൊക്കെ ജാതിക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. ചുറ്റും പുറം ജാതിയ. ഇവിടെ കുറച്ച് പച്ചക്കറി തോട്ടാണ്, അതൊക്കെ ചീത്തയായി, പുതിയത് നടണം. ഇതൊക്കെ അപ്പൻ്റെ കൃഷിസ്ഥലമാണ്. ടെറസ് പച്ചക്കറി കൃഷി, വെണ്ടയ്ക്ക, പിന്നെന്താ വെള്ളരിക്ക, മുളക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ പച്ചക്കറി കൃഷി ചെയ്തിരുന്നത്. ഇനി കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാം. കുറച്ചല്ല, കുറച്ചധികം ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഫിഷ് പോണ്ട്, പിന്നെ പലതരത്തിലുള്ള ചെടികളുണ്ട്. ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല. കടലാസ് പൂവ്, മറ്റൊരു ഫിഷ് പോണ്ട്. ഇതിനകത്ത് ഗപ്പിയുണ്ട്, ഗപ്പി കണ്ടോ, മീൻ കിടന്ന് തുടിക്കണതാണ്, കിടന്ന് അനങ്ങണത്. സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്ന കുറച്ച് ചെടികൾ. ഈ സ്റ്റാൻഡൊക്കെ മുൻപ് നമ്മുടെ കടയിൽ സെയിലിന് വെച്ചിരുന്നതാണ്. കടയൊക്കെ അടച്ചുപൂട്ടിയില്ലേ. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നതും അതുപോലെ ചിഞ്ചുവിൻ്റെ അവരുടെ വില്ലയിലുണ്ടായിരുന്ന എല്ലാ ചെടികളും ഇവിടെ കൊണ്ടുണ്ട്. ഇത് കനകാംബരം എന്ന് പറഞ്ഞൊരു പൂവാണ്. രാത്രി വിടരുന്നതാണ്. രാത്രിയും പകലും വിടരുമായിരിക്കും. നല്ല രസമുണ്ടല്ലേ വൈറ്റ് പൂവ്. ഇവിടെ കുറച്ച് കരിയിലകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. കരിയില മാത്രമേ കത്തിക്കുള്ളൂ. പ്ലാസ്റ്റിക്കൊക്കെ ഞങ്ങൾ കഴുകി ഉണക്കി പഞ്ചായത്തിൽ നിന്ന് വരുമ്പോൾ അവർക്ക് കൊടുത്തു വിടും. അവർ പിന്നെ എന്താ ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഫുഡ് വേസ്റ്റൊക്കെ പരമാവധി വളമാക്കിയാണ് ഉപയോഗിക്കുന്നത്. വാഴയ്ക്കും മറ്റും വളമായിട്ട് ഇട്ട് കൊടുക്കും. ഒരു കരിങ്കൽ കൂട്ടങ്ങൾ കണ്ടോ. മുൻപ് ഇവിടെ തോടിൻ്റെ സംഭവം, തോടുണ്ടായിരുന്നത് പൊളിച്ച് അവിടെ കോൺക്രീറ്റ് ചെയ്തപ്പോൾ അതിൽ ബാക്കി വന്ന കല്ലുകളാണ്. നമ്മുടെ ആണെല്ലാം. ഒരു ലോഡിൽ മേളിലുണ്ട്. ഞാൻ അതിൻ്റെ അടുത്തേക്കൊന്നും പോകാറില്ല, എനിക്ക് പേടിയാണ്, പാമ്പുണ്ടാവുന്നു. ഇവിടെ ഒരു തോടൊഴുകുന്നുണ്ട്. മീനുകളൊക്കെ ഒത്തിരി ഉണ്ട്. ഒഴുകി ഒഴുകി അങ്ങ് പോകും. അത് ചിത്രപ്പുഴ എങ്ങാണ്ട് പോയി കയറും. കുറേ അങ്ങ് ചെല്ലുമ്പോൾ തോടിൻ്റെ വീതി കൂടും. മരത്തിൽ കൊത്തുപണികൾ കണ്ടോ. പണ്ട് ഇവിടെ ഞങ്ങളുടെ ഗോൾഡ് വർക്കിന് ഹെൽപ്പറായി നിന്നൊരുത്തരുണ്ടായിരുന്നു. ശെൽവൻ എന്ന പേര് ഞങ്ങൾ സുഗ്രീവൻ എന്ന് വിളിക്കുമായിരുന്നു. ആ സുഗ്രീവൻ എന്ന് എഴുതി വെച്ചേക്കണത് ഒത്തിരി വർഷമായി, 10-15 വർഷത്തിന് മേളായി ഇതിങ്ങനെ. ഒരു നിസർ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ പോകുന്നുണ്ട്. നിസർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നിങ്ങൾ എന്തെന്നാ വിളിക്കുന്നത്? ഇത് ചാമ്പമരമാണ്. ചാമ്പയ്ക്ക ഉണ്ടായിരുന്നതൊക്കെ താഴെ വീണ് പോയി. അങ്ങ് മുകളിൽ കാണാം ചാമ്പയ്ക്ക. അതാ ചാമ്പയ്ക്ക 2-3 എണ്ണം ഉണ്ടായി കിടക്കുന്നുണ്ട്. ബാക്കിയൊക്കെ താഴെ വീണ് പോയി. ഇന്നും പൊന്നോട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സ്ഥിരം നമ്മൾ പറിച്ച് തിന്നാറുണ്ട്. പിന്നെ വലിയ താല്പര്യമില്ല. അവർക്ക് പിന്നെ UK ചാമ്പയ്ക്ക ഒന്നും കിട്ടില്ലായിരിക്കും. പിന്നെ മുറ്റത്തുള്ളത് പേരമരം. ഇതിൽ പേരയ്ക്കൊക്കെ അത്യാവശ്യം
നന്നായിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സ്ഥിരം പറിക്കാറുമുണ്ട്, തിന്നാറുമുണ്ട്. ചിലതിലൊക്കെ ചില പുഴുക്കേടൊക്കെ ഉണ്ടാവും. പിന്നെ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകും, അതാണ് ഒരു കുഴപ്പമുള്ളൂ. ചില പൂക്കൾ, ഇതിനെന്താ ടേബിൾ റോസ് എന്നോ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്. കണ്ടോ അമ്പഴങ്ങ ഉണ്ടായി കിടക്കുന്നത്. ചെറിയ മരമല്ല, ചെറിയ തൈ, നിറച്ചും അമ്പഴമുണ്ട്. പിന്നെ മറ്റൊരു ചെറിയ കൃഷിയിടം, ഇവിടെ 2-3 വാഴയുണ്ട്. പിന്നെ ഈ ഭംഗിക്ക് വെക്കുന്ന പന പോലത്തെ സാധനമല്ല, അതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. ഇതവിടെ റംബൂട്ടാൻ കണ്ടോ, റംബൂട്ടാൻ പൂത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പഴുക്കട്ടെ, നമുക്ക് പറിക്കാം. ഞങ്ങൾ തോടിൻ്റെ സൈഡിലായതുകൊണ്ടേ കയറി പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നല്ല മധുരമുള്ള റംബൂട്ടാനാണ് ഇതിലുണ്ടാകുന്നത്. മുകളിലൊക്കെ നമുക്ക് പൂത്ത് കിടക്കുന്നത് കാണാം. തോടരികിൽ ഒഴുകുന്ന ചെറിയൊരു തോട്. നമ്മൾ ആദ്യം കണ്ട തോടിൻ്റെ ഒരു ഭാഗമാണിതും. ഇവിടെ നിന്ന് ഒഴുകി ആ തോടിലേക്ക് വന്ന് ചേരും. തോടരികിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ. വണ്ടികളൊക്കെ ചീറിപ്പഴഞ്ഞാണ് പോകുന്നത്. ഇതാ റംബൂട്ടാൻ. മറ്റൊരു പൂവ്, നല്ല രസമുണ്ടല്ലേ കാണാൻ. ആമ്പൽ പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. മറ്റൊരെണ്ണം വിരിയാറായി നിൽക്കുന്നു. ഈവനിങ് ടൈമിൽ ഇവിടെ വന്ന് ഇരിക്കാനൊരു പ്രത്യേക രസമാണ്. നല്ല കാറ്റ് വരും പടിഞ്ഞാറ് സൈഡിൽ നിന്ന്. നമ്മുടെയൊക്കെ പാടങ്ങളാണ് കണ്ടോ, അങ്ങനെ കണ്ണെത്താ ദൂരത്തോളം പാടങ്ങളുണ്ട്. ഒന്നും കൃഷി ചെയ്യുന്നതല്ല. വൈകുന്നേരം ആയപ്പോൾ കാർമേഘം വരുന്നുണ്ട്. പക്ഷേ 2-3 ദിവസമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, മഴ പെയ്ത് കണ്ടില്ല. ഇന്നലെ ഞാൻ പകുതിക്ക് വെച്ച് തിരിച്ചു വന്നത്, അതായത് നമ്മുടെ പെരുമ്പാവൂർ ഏരിയയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പകുതിക്ക് വെച്ച് തിരിച്ചു വന്നത് ഈ കാർമേഘം കാരണമാണ്. കാർമേഘമുണ്ട്, കാറ്റും ചെറുതായിട്ടുണ്ട്. ഏതോ ഒരു ന്യൂനമർദ്ദമോ ചുഴലിക്കാറ്റ് എന്തോ ഉണ്ടല്ലോ. ഇതാ പറഞ്ഞത് നല്ല. ഇതിപ്പം കാർമേഘം ഉള്ളതുകൊണ്ടുള്ള മഴ പെയ്യുന്നതുകൊണ്ടുള്ള കാറ്റല്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ കാറ്റുണ്ട് ഇവിടെ. കേട്ടോ, ഞങ്ങൾ പ്രകൃതിയോട് ഇണങ്ങിയാണ് ഇവിടെ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രം, പച്ചപ്പും ഹരിതാപയും. ഇതൊരു ജാതി മരമായിരുന്നു. ഒരു വലിയ കാറ്റ് വന്നപ്പോൾ മറിഞ്ഞു വീണതാ. കിണർ കണ്ടോ. ഇവിടെ പാടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരിക്കലും വെള്ളം പറ്റില്ല. ചീവീടിന്റെ ശബ്ദം. മീനിന് തീറ്റ കൊടുത്തത്. മീനൊക്കെ തീറ്റ തിന്നാൻ വരുന്നത് കണ്ടോ. അത്രയും തൊട്ടടുത്ത് വലിയ മീൻ വരും കണ്ടോ, തിന്നാൻ വേണ്ട കാണാണ്ട. അതിൽ ചില്ലങ്കൂരിയൊക്കെ ഉണ്ട്, ആടവും ചില്ലങ്കൂരിയും ആ കറുപ്പൊക്കെ തിന്നാൻ. ചെറുതായിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കാം. അടുത്തെന്ന് പറയുമ്പോൾ പരിയാരം മഹാവിഷ്ണു ക്ഷേത്രം. സൂര്യൻ അങ്ങനെ അസ്തമിക്കാറായി. ഓരോ പക്ഷികളൊക്കെ തിരിച്ച് കൂടുതൽ ചേക്കേറാൻ വേണ്ടിയുള്ള യാത്രയിലാണ്.